ഫ്രണ്ട്സ്, വെൽക്കം ടു എംഫോമല്ലു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് FL സ്റ്റുഡിയോ എന്ന മ്യൂസിക് ക്രിയേഷൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാം, ചിലർക്ക് ഇത് കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ബേസിക് നോളജാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്തൂടെ തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ്സ്ക്രൈബ് തരിക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ തന്നെ തുടർന്നുള്ള ട്യൂട്ടോറിയൽസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇതാണ് FL സ്റ്റുഡിയോ. ഇതാണ് FL സ്റ്റുഡിയോയുടെ മെയിൻ സ്ക്രീൻ. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ വിൻഡോയിലായിരിക്കും നമ്മൾ ഓരോ മ്യൂസിക് ഫയലും ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഓർഡറിന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് പ്ലേ ആകുന്നത്. നമ്മുടെ അറേഞ്ച്മെൻറ്റ്സിന് അനുസരിച്ചായിരിക്കും അത് പ്ലേ ആകുന്നത്. ഈ വിൻഡോയ്ക്കകത്താണ് നമ്മൾ അത് ഇവിടെ ഈ ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ വിൻഡോയ്ക്കകത്താണ് നമ്മൾ പുതിയ സൗണ്ടുകൾ, അതായത് കിക്ക്, ബാസ്, ട്രബിൾ, അങ്ങനെയുള്ള ഇതെല്ലാം സൗണ്ടെല്ലാം ഇവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കിക്കിനകത്ത് പോയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇതിപ്പോൾ നമ്മുടെ മെയിൻ വിൻഡോയിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അത് ഈ ടൂൾ എടുത്തിട്ട് വേണം അത് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ അത് അവിടെ റിപ്പീറ്റ് ആവും. നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി കിട്ടും. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്കാണ് ചെയ്യേണ്ടത്. പിന്നീട് ഇത് പിയാനോ റോള് സെലക്റ്റഡ് ആയിട്ടുള്ള ഏതാണോ അതിൻ്റെ പിയാനോ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ കിക്കിൻ്റെ തന്നെ പിയാനോ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാം നമുക്ക് ഇതിനകത്ത്. പിന്നെ അതുപോലെ ഒരു പാറ്റേൺ മാത്രം എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അത് തന്നെ റിപ്പീറ്റ് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതെന്ന് പറയുന്നത് അതിൻ്റെ BPM എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ടോ മുകളിലോട്ടോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ടൂള്. മൈക്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പ്ലേ ബട്ടണ്, സ്റ്റോപ്പ് ബട്ടണ്, ഇത് റിപ്പീറ്റ്. ഇതെന്ന് പറയുന്നത് BPM കൗണ്ട് ചെയ്യുന്ന സാധനം. കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടക്ക് സൗണ്ട് വരും. അപ്പോൾ അത് നമ്മൾ BPM കൂട്ടുന്നതനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മ്യൂസിക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു പാറ്റേൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കേട്ട് ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു സൗണ്ട് എടുത്ത് ഇവിടോട്ട് നമ്മൾ ഇവിടുന്ന് പൊക്കി വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഓപ്ഷനകത്ത് വന്ന് ചാനൽ സെറ്റിങ്ങിൽ പോകുന്നു. എന്നിട്ട് ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് തിരിയും.
അപ്പോൾ അത് കേൾക്കാൻ നമ്മൾ സാധാരണ പ്രൊഫഷണൽ മ്യൂസിക്സ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു രസമായിരിക്കും അത് കേൾക്കാൻ. അപ്പോൾ ഞാൻ മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ ഇതെൻ്റെ സ്വന്തം ഐഡിയയിൽ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മ്യൂസിക് അറിയാത്തവരായാൽ പോലും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇതിനകത്ത് FPC എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഈ FL സ്റ്റുഡിയോയുടെ തന്നെ ആപ്ലിക്കേഷനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു പ്ലഗിനാണിത്. ഇതിനകത്ത് നമുക്ക് സംഗീതം പഠിക്കാത്തവരായിട്ടുള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ പല തരത്തിലുള്ള പാറ്റേണുകൾ നമുക്ക് കിട്ടും. ബീറ്റ് കാര്യം, അപ്പൊ ഈ സാധനം നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് Ctrl+A ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ പുതിയൊരു പ്ലഗിൻ, പിയാനോയുടെ പ്ലഗിൻ ആയിട്ടുള്ള നല്ല പ്ലഗിൻസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നെക്സസ് എന്ന് പറയുന്നൊരു പ്ലഗിൻ 3 GB ഉണ്ട് ഇതിന്. അപ്പം ഇതിൻ്റെ പിയാനോയുടെ ഞാനൊന്ന് ഈ ഒരു മ്യൂസിക് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്ടം പോലെ ഉള്ള പാറ്റേൺ അതിനകത്തുനിന്ന് കിട്ടും. FPC എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് അതങ്ങനെ ചെയ്യാൻ പറ്റും. ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് പാട്ട് എങ്ങനെ നമ്മൾ കോപ്പി ചെയ്തിടാം അല്ലെങ്കിൽ ഇതിനകത്തോട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഡൗട്ട് കാണും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിലേക്ക് വന്നോളും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പാട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് മിക്സറിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളുടെ ചെയ്യുന്ന ഫയൽസുകളെല്ലാം തന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വോളിയം കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അത് ഇതാണ് മാസ്റ്റർ ചാനൽ. അതായത് എല്ലാ സൗണ്ടുകളുടെയും വോളിയം ഇതിനകത്താണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരുപോലെ കുറയും. ഇത് അല്ലാണ്ട് ഓരോന്നിൻ്റെയും നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഇത് കുറയ്ക്കാനും കൂട്ടാനും. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ ഈ ഒരു പ്ലഗിനകത്ത് തന്നെ വീണ്ടും പ്ലഗിൻ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് ആഡ് ചെയ്യാം. അതായത് എക്കോ, അതുപോലെ തന്നെ ട്രബിൾ, ബാസ്, ഈക്വലൈസർ, അതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ക്ലാപ്പിന് ഞാൻ ഫ്രൂട്ടി റീവേർബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ഒരു പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഓഫാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിനകത്തെ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിനകത്തൂടെ ചോദിക്കാവുന്നതാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലഗിൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും. ഓൾ പ്ലഗിൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഓരോ സെപ്പറേറ്റ് കാറ്റഗറിയിൽ ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പാച്ചർ, മിഡി, ഡ്രം, കൺട്രോളർ. ഡ്രമ്മിനകത്ത് തന്നെ ഇത്രയും ഇത് ഞാൻ കുറേ വെളിയിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലഗിൻസ് പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അതെല്ലാം നിങ്ങൾക്കും ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എസ്കേപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ബാക്ക് വരും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നമ്മളിങ്ങനെ മൗസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ BPM ഈ ഒരു സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യും. നമ്മളിപ്പോൾ പാട്ടൊക്കെ റീമിക്സ് ചെയ്യുന്ന സമയത്താണ് ഈ ഇത് ടെമ്പോ ടാപ്പർ ആവശ്യം വരുന്നത്. പ്ലഗിൻസ് എല്ലാം നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്നതെല്ലാം മാനേജ് പ്ലഗിൻസിനകത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് വഴി ചോദിക്കുക. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായി ഒരു ലൈക്ക് തരിക. എൻ്റെ ചാനലിൽ നിന്നുള്ള പുതിയ വീഡിയോസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.